ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഹോളിയാണ്, സോ എല്ലാവർക്കും ഹാപ്പി ഹോളി. അപ്പോൾ നമ്മൾ 2 വർഷത്തിന് ശേഷം ഒരു ചെറിയ ട്രിപ്പിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഋഷികേശിലോട്ടാണ്, ദ ലാൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി. ശ്രീ, ഹൗ ഡു യു ഫീൽ? അപ്പൊ നമ്മുടെ കൂടെ 2 ഫാമിലിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് സൈബർ സിറ്റിയില് നമ്മുടെ കൂടെ വന്നത്, നമ്മുടെ കൂടെ 2 ഫാമിലിയും കൂടെ ഉണ്ട്. അവര് സൈബർ സിറ്റിയിൽ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ വെൽക്കം ടു ഋഷികേശ് വ്ലോഗ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് ഋഷികേശിലുള്ള കുറെ നല്ല നല്ല കാഴ്ചകളും ഒക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഓക്കെ, അപ്പൊ കാണാം നമുക്ക്. ഹായ്. അങ്ങനെ ഇതേ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് വെച്ചൊന്നും അവരെ അന്ന് മീറ്റ് ചെയ്തായിരുന്നു, ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. അത് നല്ലതായിരുന്നു. പിന്നെ അതേ നമ്മൾ യാത്ര തുടങ്ങി. അതേ നമ്മുടെ ഡൽഹിയിലെത്തിയായിരുന്നു. ഇതേ കാണുന്നത് നമ്മുടെ അക്ഷരധാമ കേട്ടോ. ഹലോ. അപ്പോൾ അതേ നമുക്കിനി 2 മണിക്കൂർ 31 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് 4.5 മണിക്കൂറുണ്ട്. ഗുരുഗ്രാമിൽ നിന്ന് നമ്മുടെ ഋഷികേശിലോട്ട് 4.5 മണിക്കൂറുണ്ട്. തനുകുട്ടി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേടിയിട്ടിരിപ്പുണ്ട്, സീറ്റ് പിടിച്ചിരുത്തി. ഹായ് പറ, ഹായ് ഹായ് പറ, ഹായ് ഹായ് പറയും, ഹായ് പറ, ഹായ് ഹായ് ഒക്കെ പറ. അങ്ങനെ ഇതേ തനുക്കുട്ടിക്ക് ഞാൻ രാവിലെ ഒരു ബീട്രൂട്ട് പറാട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അതങ്ങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തോട്ടെ, എവിടെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ട് നമുക്ക് പോകാമെന്നുണ്ട്. അങ്ങനെ അന്ന് ഹോളി ആയതുകൊണ്ട് എല്ലാ റെസ്റ്റോറൻറ്റും അങ്ങനെ ഇല്ല. ഇതാണ് സനല ചേച്ചിയും മനുചേട്ടനും അവരുടെ മോനും കേട്ടോ. അതേ വരുന്നതാണ് അടുത്ത ഫാമിലി, നമ്മുടെ സോനയും സോനയുടെ ഹസ്ബൻഡും മോളുമാണ്. സോന വഴി കേട്ടോ നമ്മളിപ്പം ഈ ഒരു ഫാമിലിയെ പരിചയപ്പെട്ട. സോന ശ്രീൻ്റെ കൂടെ മുന്നേ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഉണ്ടായിരുന്ന ഒരാളാണ്. നല്ല ഫാമിലി കേട്ടോ 2 പേരും. നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് നമ്മുടെ വൈബിന് കിട്ടുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അടിപൊളി, ആ ട്രിപ്പ് തന്നെ ഒരു രസമായിരിക്കും. ഈവൻ നമ്മൾ സ്ഥലം കൊള്ളത്തില്ലെങ്കിൽ പോലും അവരുടെ കൂടെ പോകുന്ന യാത്ര അടിപൊളിയായിരിക്കും. അതുപോലത്തെ ഫാമിലി ആയിരുന്നു കേട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ 2 സെക്കൻഡ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേന് ഇതേ നമ്മളൊരു ഹോട്ടൽ കണ്ടു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വേസ്റ്റായിരുന്നു. കാര്യം ആരും ഓർഡർ എടുക്കാൻ വരുന്നുണ്ടായിരുന്നില്ല, നല്ല തിരക്കുമായിരുന്നു. ഒരു ചായ ഓർഡർ എടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ വന്നത്. അവിടെ ക്ലീൻ ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അത് അമ്മാതിരി അവസ്ഥയായിരുന്നു. അതായത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മളവിടെ തന്നെ സ്ഥലം വിട്ടു കേട്ടോ, കുറച്ച് നേരം ഇരുന്നിട്ട്. നമ്മുടെ തനുക്കുട്ടിയാണെങ്കിൽ സാൻവിയായിട്ട് നല്ല കൂട്ടായി. ആദ്യമേ അവർക്ക് പരിചയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല കൂട്ടായി കേട്ടോ. അങ്ങനത്തെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേനും ഒരു ഹോട്ടൽ കണ്ടു. അവിടെ നമ്മൾ പറാട്ട ഓർഡർ ചെയ്തു കേട്ടോ. പറാട്ട ആണ് രാവിലെ കൂടുതലും ഇവിടെ കിട്ടാറുള്ളത്. പ്യാജ് പറാട്ടയും പിന്നെ ആലു പറാട്ട പിന്നെ ബട്ടറും ചായയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ഫുഡായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ സാപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി. നമുക്കൊരു പുഴുങ്ങിയ മുട്ടയൊക്കെ കിട്ടി. നമ്മുടെ കൂടെ വന്ന ചേച്ചിയുടെ പേരെന്തായിരുന്നു? സനല ചേച്ചി മുട്ട പുഴുങ്ങിയത് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, മുട്ട കഴിക്കാൻ. സൂപ്പർ മുട്ട. മുട്ടയൊക്കെ കഴിച്ച് ഹാപ്പിയായി, വയറൊക്കെ കുറച്ചും കൂടെ ഫില്ലായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഐഡിയ കൊള്ളാം, മുട്ടയൊക്കെ പുഴുങ്ങിക്കൊണ്ടുവരുന്നത് നല്ല ഐഡിയ. ഇപ്പോൾ കാണുന്ന ഹരിദ്വാർ കേട്ടോ, നമ്മൾ ഹരിദ്വാർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഹരിദ്വാറിൻ്റെ കാണുന്നതൊക്കെ നമ്മുടെ ഗംഗാ റിവറാണ്. അത് അങ്ങനെ നമ്മുടെ ഋഷികേശ് എത്തിയായിരുന്നു. അവിടെ ഹോളി സെലിബ്രേഷൻ നടക്കുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. നമ്മുടെ സിനിമയില്ലേ ഹേ ജപ്പാനി ഹേ ദിവാനിയോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, അതുപോലത്തെ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അത് ആ കാണുന്ന പോലെ വാട്ടർ സ്പ്ലാഷ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു കാണാൻ. എന്നിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു. നമ്മുടെ ചെക്കിൻ ടൈം എങ്ങാണ്ടോ 1 or 2 കണ്ടായിരുന്നു. പക്ഷെ നമ്മളതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ചളുവൊക്കെ അടിച്ച് ശ്രീ സോനേനെ ഇടയ്ക്കിടയ്ക്ക് കളിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവർ സംസാരിക്കുന്നതൊക്കെ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ലഞ്ച് കഴിക്കാനായിട്ട് മേളിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ തനുക്കുട്ടിയെ പിടിച്ച് നമ്മൾ നടുക്കൊക്കെ ഇരുത്തി. തനുക്കുട്ടിയെ കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. ചെക്കിനൊക്കെ ചെയ്തു. അപ്പോൾ തനുക്കുട്ടി ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക്. എന്താണൊക്കെ നോക്കാം. പിന്നെ നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് പുറത്തേക്ക് പോകും. ഇപ്പം 1:30 കണ്ടായി. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വെളിയിലേക്ക് പോകും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്,
നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. മറ്റേ റെഡിയായി. നീ റെഡിയാവും. ഇതേ ഉറക്കമൊക്കെ എണീറ്റ് റെഡി ആവാനായിട്ട് പോവാണ്. തനുവാവ അതേ എവിടെ കിടന്നുറങ്ങുന്നു. പാവം തനുവാവ. അയ്യോ, ഇതാണ് പ്രശ്നം കേട്ടോ. വേഗം റെഡിയാവും. എങ്ങനെയുണ്ട് എൻ്റെ സാരി? എങ്ങനെയുണ്ട് എൻ്റെ സാരി? കൊള്ളാമോ? അപ്പോൾ നമുക്ക് പോവാം. അവരും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ ഗംഗാരതി കാണാനായിട്ട് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ നല്ല രസമാണ്. ഓരോരുത്തർക്ക് അതായത് ഓരോ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവർ കൈ കാണിക്കും. അവരിങ്ങനെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും, ഇവിടെ പാർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. നല്ല ബ്ലോക്കെന്ന് വെച്ചാൽ അസാധ്യ ബ്ലോക്കാട്ടോ. നമുക്കൊരു അടി നീങ്ങാൻ പോലും പറ്റത്തില്ല, അങ്ങനത്തെ അത്രയും ബ്ലോക്കായിരുന്നു. അതുപോലെ ഒത്തിരി നടക്കാനും ഉണ്ട് ഇവിടുന്ന്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, പെട്ടെന്ന് എത്തുന്ന പോലെയല്ല, ഒത്തിരി നടക്കാനുണ്ട്. ഇത് ഈ കാണുന്നതൊക്കെ നമുക്ക് ഈ അവിടുത്തെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കേട്ടോ. അതായത് നമുക്ക് അതിൽ നമ്മളെ ഗംഗാ വെള്ളമൊക്കെ നമുക്ക് എടുത്തിട്ട് പോവാം. അതുപോലെ ഈ താലത്തിൻ്റെ അകത്ത് പൂക്കളും ദീപവും നമ്മുടെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ നമ്മളെ പറ്റിച്ചു കേട്ടോ. ഇവർ നമ്മൾ ഇതിൽ നിന്ന് ഒന്നിനും 50 രൂപ കേട്ടോ മേടിച്ചത്. പക്ഷെ അത് മേടിക്കണ്ടായിരുന്നു. നമ്മുടെ ഗംഗാ നദിയുടെ തൊട്ടടുത്ത് തന്നെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഒരു 10-20 രൂപയോ 25 രൂപ അങ്ങനെ കണ്ട ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ. അതിങ്ങനെ നമ്മുടെ ഇവിടെ ഇരുട്ടും തോറും നല്ല ഭംഗിയാവും. ഓരോ സമയം ഇങ്ങനെ നല്ല ഭംഗിയായിക്കൊണ്ടിരിക്കും കാണാനായിട്ട്. അതുപോലെ ആരതി സ്റ്റാർട്ട് ചെയ്യുന്നത് സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ 7 മണിക്കാട്ടോ. വിൻ്റർ ടൈമിലൊക്കെ ആണെങ്കിൽ 6 മണിക്ക്. നമ്മൾ അന്നേരം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ആരതി കാണാൻ വരുമ്പോഴത്തേനെ അറ്റ്ലീസ്റ്റ് ഒരു 15-30 മിനിറ്റെങ്കിലും മുമ്പ് വരാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സ്പോട്ടൊന്നും കിട്ടത്തില്ല കാണാനായിട്ട്. കാരണം അത് കാണേണ്ട ഒരു ഭംഗിയുള്ള ഒരു പൂജയാണ്. അപ്പോൾ നമുക്കത് കാണാനായിട്ട് നമ്മൾ നേരത്തെ വന്നിരുന്ന രസമായിട്ട് കാണാൻ പറ്റും. പിന്നെ ആരതി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അവിടെ നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു വൈബാണ് അവിടെ കിട്ടുന്നത്. അവിടുത്തെ ആ ഏരിയ തന്നെ ഫുള്ളങ്ങ് മാറിപ്പോകും, അത്രയും ഭംഗിയാണ്. ഈ ഒരു ടൈമിൽ തന്നെ കേട്ടോ നമ്മൾ ആ താലവും ഒഴുക്കി വിടേണ്ടത്. നമ്മൾ ചെയ്യുന്ന നമുക്ക് ഒരു വിശ്വാസമാണ്, നല്ല നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടാനും നെഗറ്റിവിറ്റി ഒക്കെ പോയിട്ട് നല്ല പോസിറ്റിവിറ്റി കിട്ടാനും നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാവങ്ങളുണ്ടെങ്കിൽ പോകാനും ഒക്കെ ഒരു നല്ലൊരു രസമുള്ള കാര്യമായിട്ട് തോന്നി. ഭയങ്കര വൈബായിരുന്നു അല്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് നിങ്ങൾ മറ്റേ ആരതിയൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര വൈബായിരുന്നു ഇന്നലെ അല്ലേ ശ്രീ? അതെ, ശ്രീനോട് ചോദിച്ചാൽ അറിയാം. ശ്രീ നല്ല കറക്റ്റ് റിവ്യൂ പറയടാ ശ്രീ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ. ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഈ പോസിറ്റീവ് എനർജി ഫോക്കസ് ചെയ്യുന്ന പോലെ തോന്നി. എല്ലാവരും കൈ കൊട്ടുന്നതും ആരതിയൊക്കെ ഒഴുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. രസമാണ്. എല്ലാവരും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് ഭയങ്കര രസമാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്കായിരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അന്നേരം ശ്രീക്ക് തലവേദനയൊക്കെ, വെള്ളം കുടിക്കാനിട്ട് ആ തലവേദനയൊക്കെ എടുത്ത്, ബ്ലോക്കെന്ന് വെച്ചാൽ മൂവിന്ന് പോലും ഉണ്ടായിരുന്നില്ല, അത്രയും നല്ല ബ്ലോക്കായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. എനിക്കിത് ഹോളിയും കൂടെ ആയതാന്ന് തോന്നുന്നു. നല്ല ബ്ലോക്കായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. എന്നിട്ട് അപ്പോഴത്തേനും തന്നെ ശ്രീ ഫുൾ വൊമിറ്റൊക്കെ ചെയ്ത്, ഒത്തിരി വൊമിറ്റ് ചെയ്ത്. എന്നിട്ട് നമ്മുടെ റൂമിൽ വന്നിട്ട് പിന്നെ അന്നേരം തന്നെ കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പോഴാണ് പൊങ്ങിയത്. ഇനി നമ്മൾ പോകുന്നത് മസൂരിയിലോട്ടാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം.
അങ്ങനെ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. ഇനി നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ പോകുന്നു. ചായ കുടിക്കണം. ഇപ്പൊ സമയം എന്താ ഇച്ചിരി 8 മണിയായി. കറക്റ്റ് ഇവിടെ 7:30 എണീറ്റു. അവൾക്ക് ക്ലോക്കൊന്നും വേണ്ട, അലാറും വേണ്ട, അവള് കറക്റ്റ് ആയപ്പോൾ എണീറ്റു. എനിക്ക് എന്തിനും ഡൗട്ടായിരുന്നു ഈ രാവിലെ ആയോ, പക്ഷെ നല്ല ടയേർഡായിരുന്നു. എന്തായാലും ഇനി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ മസൂരിയിലേക്ക് പോകാം അല്ലേ? മസൂരി പോകാമോ? അവിടെ എന്താണോ അല്ലേ? ആ, അവിടെ എന്താണോ അല്ലേ? ഓക്കെ, അപ്പൊ ബൈ ബൈ പറയാം. ബൈ ബൈ പറയാം. ബൈ 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 പറഞ്ഞേ. ബൈ പറഞ്ഞേ. ആ, ബൈ ബൈ. മഴ മഴ. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മേളിലുള്ള ടെറസിലുള്ള വ്യൂ ആട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അന്ന് രാവിലെയൊക്കെ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. എന്നിട്ട് ഇത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടെ പൂൾ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹോളിയുടെ ആഘോഷമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നമുക്ക് നമ്മുടെ ബാൽക്കണി അല്ല, നമ്മുടെ ഈ കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റിയായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്. ശ്രീദേവിയും അവനെ കൊണ്ട് ഓടിപ്പോയി, കാരണം മഴ ചാറുന്നുണ്ടായിരുന്നു. ഞാനവിടെ കുറച്ച് നേരം നിന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോയായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. കുഴപ്പമില്ല എന്ന് അത്രേ പറയാനുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് അത്ര സൂപ്പറൊന്നും ആയിരുന്നില്ല. കഴിക്കാനായിട്ട് പൂരി ഉണ്ടായിരുന്നു, ചോലിക്കറി ഉണ്ടായിരുന്നു, പിന്നെ പോഹ ഉണ്ടായിരുന്നു, പിന്നെ എന്താ ബ്രെഡ് ഉണ്ടായിരുന്നു, ജാം, ബട്ടർ, ചായ, കോഫി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളൊരു നീം ബീച്ച് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തേക്ക് പോവാണ്. അതൊന്നുമില്ല, നമ്മുടെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നടന്നു പോവാണ്. റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അസാധ്യ ബീച്ചാട്ടോ. കാണാൻ എന്തോരം രസമായിരുന്നറിയോ. അടിപൊളി ബീച്ചല്ല, റിവറാണ്. ശേഷം നല്ല ഭംഗിയാണ് കാണാൻ. എന്തോരം ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അസാധ്യ തണുപ്പാട്ടോ വെള്ളത്തിൽ. നമ്മൾ പറയുന്ന പോലെയല്ല, ഐസ് വെള്ളമാണെന്ന് പറയാം. ഇവരൊക്കെ അതേ കുറച്ച് ശ്രീയും നമ്മുടെ 2 ചേട്ടന്മാരും കൂടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ തണുത്ത് വരച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. തൊട്ടതിൻ്റെ അടുത്ത് തന്നെ ഒരു മാഗി സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടുന്ന് മാഗിയൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു അവരുടെ മാഗി. അവരുടെ ആ മസാലയൊക്കെ ഉണ്ടെന്നാണ് പുള്ളിക്കാരി പറഞ്ഞ്. അവരോട് കുറേ നേരമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ നിന്നു. എന്നിട്ട് ഇത് തിരിച്ച് നടക്കാൻ വയ്യാഞ്ഞിട്ട് അവിടെ ഒരു റാഫ്റ്റിങ്ങിനൊക്കെ പോയിട്ട് വരുന്നവരെ തിരിച്ച് കൊണ്ടുപോകുമല്ലോ മേളിലേക്ക്, അവരെ സ്ഥലത്താക്കാനായിട്ട്. ആ വണ്ടി നമ്മൾ ഒപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് നമ്മളെ മേളിൽ നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു അടുത്ത് വരെയെങ്കിലും ഒന്ന് കൊണ്ടാക്കാനായിട്ട് നമ്മൾ പറഞ്ഞ് നമ്മൾ അതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഹോട്ടലിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ മാറി ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനി നമ്മൾ മസൂരിക്ക് പോവാണ്. മസൂരി അവിടുന്ന് ഋഷികേശിൽ നിന്നാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ അങ്ങാണ്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു കഴിക്കാനായിട്ട്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹോട്ടലിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ഫുഡായിരുന്നു, നല്ലതായിരുന്നു ഫുഡൊക്കെ. അപ്പം നമ്മളതേ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മൾ മസൂരിക്ക് പോകാനുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ. പറ്റുന്നുള്ള പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം തനുവിനെ വെച്ചിട്ട്, തനു ബാക്കിൽ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ അവൾ ഉറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ അങ്ങനെ കിട്ടാറില്ല. അതും ലെങ്ത്ത് നന്നായിട്ട് കൂടിപ്പോവും വീഡിയോൻ്റെ.
അങ്ങനെ ദേ നമ്മൾ മസൂരിയിലെത്തി. ദേ ഇരുട്ടുന്നതിന് കുറച്ച് മുന്നേട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൽ തന്നെ ഒരുപാട് സമയം നമ്മൾ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഫ്ലാറ്റിൻ്റെ അല്ല, അതായത് ഹോട്ടലിൻ്റെ അടുത്തൊന്നും പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ ഒരു അറേഞ്ചൊക്കെ ചെയ്ത് തന്ന് നമ്മൾ പാർക്കൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മളതേ നടക്കുവാണ്. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അസാധ്യ തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ സ്വെറ്റർ, ഞാൻ ഈ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, ഷോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. തനുവിന് ഞാൻ സ്വെറ്റർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒന്നും അവൾക്ക് നമ്മളുടെ മങ്കി ക്യാപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങോട്ട് വെച്ചൊന്നും എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉണ്ട് മോൾ സ്ട്രീറ്റിലേക്ക് എത്താനായിട്ട്, മോൾ റോഡിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബ്ലോക്ക് വരുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. Hey guys. ഹലോ. നമ്മളിപ്പോൾ മോൾ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്താറായി. 100-200 മീറ്ററും കൂടെ പോകാനുണ്ട്. കൊള്ളാം, നൈസ് വൈബാണ് ഇവിടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ദേ ഈ കാണുന്ന കേട്ടോ മോൾ റോഡ്. ഇനി കാണുന്ന എല്ലാ ഷോപ്സും മോൾ റോഡിലുള്ളതാണ്. അവിടെ വേറൊരു വൈബാണ്. അതായത് കുറേ ഷോപ്സ് ഉണ്ട്. വിൻ്റർ വെയർസ് ഉണ്ട്, ജ്വല്ലറി ഷോപ്പ് ഉണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്പ്, ചപ്പൽസിൻ്റെ, അങ്ങനത്തെ ഒത്തിരി ഷോപ്പുകൾ ഇങ്ങനെ തീപ്പെട്ടി കൂട് പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത്രയും ഷോപ്പുകളുണ്ട്. നല്ല റേറ്റും ഉണ്ട് എല്ലാത്തിനും. കാര്യം നമ്മൾ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അവർ നല്ലൊരു റേറ്റൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ നടന്ന് ഇങ്ങനെ പോവാണ്. അങ്ങനെ ദേ നമ്മൾ നടന്നു വന്നപ്പോൾ ദേ സനല ചേച്ചിയുടെ കണ്ണിൽ മുട്ട കാണപ്പെട്ടു. ചേച്ചി അറിയത്തില്ല, മുട്ട കണ്ട ചേച്ചി അങ്ങ് വീഴും കേട്ടോ. എനിക്കറിയത്തില്ല, മുട്ടയുടെയും ചേച്ചിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ വീണ്ടും മുട്ട. അങ്ങനെ നമ്മൾ കുറച്ച് മുട്ട മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു മുട്ട കഴിച്ചിട്ട്. കുറച്ച് പ്രോട്ടീനൊക്കെ കയറി കുറച്ച് എനർജിയൊക്കെ കിട്ടിയിട്ട് നമ്മളതേ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നടന്നു. അങ്ങനെ ദേ നമ്മളൊരു ജ്വല്ലറി ഷോപ്പ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചാടിക്കയറി. നല്ല രസമായിരുന്നു. കളക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇയറിങ്സ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സരോജിനി മാർക്കറ്റ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇവിടെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഞാനൊരു മാല എടുത്തായിരുന്നു. ഞാനത് വാട്ടർഫോൾ കാണാൻ പോകുന്ന ഫോട്ടോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുകയാണ്. എവിടെ നിന്ന് കഴിക്കും ഫുഡ്, ഇവിടെ നിന്ന് കഴിക്കണോ അതോ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യണോ. കാരണം നമുക്ക് ഫ്ലാറ്റിൽ പോയിട്ട് ഇങ്ങനെ ചില്ലൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എത്തി. ഫ്ലാറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താനുകുട്ടിക്ക് ഒരു പറാട്ട മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. അയ്യോ ഗൈസ്, തണുത്തിട്ട്
എൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല, എനിക്ക് തലവേദനിച്ചിട്ട് രാത്രി നമുക്ക് എല്ലാ പൊറോട്ട അങ്ങനെ എല്ലായിടത്തും കിട്ടൂല. ആലു പൊറോട്ട ഒന്നും അങ്ങനെ രാത്രി കിട്ടൂല, രാവിലെ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് അതെ ഇവരുണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. അവരുടെ ഒരാളും കണ്ടോ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി സമയം എടുക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഉണ്ടാക്കി തന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മളിത് തിരിച്ച് റൂമിലേക്ക് നടന്നു. ഹായ്, അപ്പോൾ ദേ നമ്മൾ മസൂരിയിലെ നമ്മുടെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ദേ ഹോട്ടലൊക്കെ എത്തി. എല്ലാവരും അപ്പുറത്ത് റൂമിൽ ആഘോഷിക്കുകയാണ്. ഞാൻ തനുവിന് ഫുഡൊക്കെ കൊടുത്ത് ഡൈപ്പറൊക്കെ മാറ്റി അതൊന്ന് റെഡിയാക്കി. നല്ല തണുപ്പുണ്ട് കേട്ടോ, അസാധ്യ തണുപ്പല്ലേ തനു, അസാധ്യ തണുപ്പല്ലേ. എന്തിയാ പറ്റുക, എന്താ ആദ്യം തണുപ്പുണ്ട് കേട്ടോ, അയ്യോ രക്ഷയില്ല. റൂമിൻ്റെ എ സി ഒന്നും പക്ഷെ കിടക്കാൻ പറ്റത്തില്ല, അത്രയും തണുപ്പാണ്. തനുവിൻ്റെ ക്യാപ്പ് ഞാൻ എവിടെ എടുത്ത് വെച്ചെന്നൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു. ഒരു ക്യാപ്പ് മേടിക്കേണ്ടി വന്നു. അതും സ്വെറ്ററും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അവൾക്ക് ഫുൾ ഡ്രസ്സായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഭയങ്കര തണുപ്പാണ്, അയ്യോ രക്ഷയില്ല. എനിക്ക് തലയൊക്കെ വേദനിച്ചിട്ട് പൊട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാളെ ഇനി നമ്മളൊരു വാട്ടർഫോളൊക്കെ കാണാൻ പോകുന്നുണ്ട്. ഏതാ സ്ഥലമെന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഉറങ്ങാൻ പോവാണ്, ഉറങ്ങാനില്ല, കഴിച്ചിട്ട് കിടക്കും. രാവിലെ എണീക്കണം, നാളെ രാവിലെ എണീക്കണം. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ നാളത്തെ നമ്മളെവിടെയാണ് പോകുന്നതെന്നുള്ളത് കാണാം. ഓക്കെ, ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ, ബൈ. അപ്പുറത്ത് അടിപൊളിയായിരുന്നു. അവർ ഡാൻസും പാട്ടും എന്നെ ചളുപൊടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് താനും കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ എടുത്തിട്ട് വന്ന് അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഫീഡ് ചെയ്താൽ അപ്പോഴത്തേന് ഞാനും ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ റെഡിയായി ഇതേ വാട്ടർഫോൾ കാണാനായിട്ട് പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ മസൂരിയിൽ നിന്ന് കെംപ്റ്റി ഫോൾ വരെ ഒരു 13 കിലോമീറ്റർ കൊണ്ടുണ്ട്. 30-40 മിനിറ്റ് കൊണ്ട് എടുക്കും. ഇടയ്ക്ക് ഇവിടെ നമ്മളൊരു ഷോപ്പുണ്ട് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് നിർത്തി നമ്മൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ, കഴിച്ചിട്ട് പോകുന്നുണ്ട്, ഞങ്ങൾ വഴിയേ പറയാം. എന്നിട്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ തലേന്ന് രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ, തലേന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ട്. കാരണം അവൾക്ക് ഫീഡ് ചെയ്ത് ഞാനങ്ങ് ഉറങ്ങിപ്പോയി, ടയേർഡായിട്ട് നന്നായിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതേ ഞാൻ ഓർഡറൊക്കെ കൊടുത്തു. ഞാനൊരു മാറ്റിപ്പിടിച്ചു, ഞാൻ ചോലെ ഭട്ടൂരയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നമ്മൾ മസൂരിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഇതേ റൈറ്റ് സൈഡിലാട്ടോ ഈ ഹോട്ടൽ വരുന്നത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയത്. അതും ഈ ഫുഡ് നമ്മുടെ ഹോട്ടലിൻ്റെ ഈ വിൻഡോൻ്റെ പുറത്ത് നോക്കാൻ നല്ല വ്യൂ ആണ്. നമുക്ക് സമാധാനമായിട്ട് ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാം. പക്ഷെ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല, കാരണം വാവയുള്ളപ്പോൾ ശ്രീ കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. കാരണം വീട്ടിലാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല, അവൾ ഹൈ ചെയറിലിരുന്ന് കഴിച്ചോളും. മറ്റേ നമുക്കിവിടെ ഹൈ ചെയറൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കെംപ്റ്റി ഫോളിലേക്ക് നടക്കുകയാണ്. ഇതിന് ഈ നടക്കുന്ന ടൈമിലും ഒത്തിരി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ വന്നിട്ടും കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഫുഡൊന്നും ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചു, പക്ഷേ ഒത്തിരി റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു.
എന്നിട്ട് ഇതേ നടന്ന് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേ താഴത്തേക്കൊരു സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു ശീതൽ ഫോട്ടോ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ട് നമ്മളങ്ങ് താഴത്തേക്ക് പോകുന്നത്. ഒത്തിരി കുറച്ച് നല്ല അധികം ദൂരമുണ്ട് താഴത്തേക്ക് നടന്നു പോകാൻ. തിരിച്ച് കയറാണ് എൻ്റെ പൊന്നെ, നമ്മൾ അടപ്പളകി പോവും. ഞാനാകെ എന്താ പറയുക, ഇങ്ങനെ ടയേർഡായി, ഞാൻ ഇപ്പോൾ വീഴും എന്നൊരു ഘട്ടത്തിലായി. കാര്യം അത്രയും ടയേർഡായി. നല്ല നല്ല അട്രാക്ട് ചെയ്ത സാധനങ്ങളുണ്ടല്ലേ. അത് നല്ല ഇതാണ് നമ്മുടെ കെംപ്റ്റി വാട്ടർഫോൾ. ഇതിനൊരു 50 ഫീറ്റ് അങ്ങോട്ട് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഈ തുള്ളി തുള്ളി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെ നിന്നപ്പോൾ ഞാനും സോനിയ അവിടെ ഒരു സ്വിങ് ആടുന്നത് കണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു സിപ്പ് ലൈനും ഉണ്ടായിരുന്നു, സ്വിങ് ആടുന്നതും കണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് പോയതാണ്. അത് ഇങ്ങനെ ആടുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ ശരിക്കും ഇങ്ങനെയൊന്നും അല്ലടാ. നമ്മളവരിതേ നല്ല ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതേ ഒരു വിടലുണ്ട്. അത് കാണുമ്പോഴത്തേനും നമുക്ക് അറ്റാക്ക് വരും. നല്ല പേടിയാവും കേട്ടോ. ഞാനും സോനിയ അത് കണ്ടിട്ട് നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ആ സിപ്പ് ലൈൻ ആണെങ്കിലുണ്ടല്ലോ, ആ ജട്ടിമേ പുറത്ത് പോകുന്നവരെയാണ്. എപ്പോൾ താഴെപ്പോവും ഇപ്പം താഴെപ്പോവും എന്നുള്ള രീതിയിലാണ് കേട്ടോ നിന്നത്. അയ്യോ, ഒന്നും പറയണ്ട. അങ്ങനെ തിരിച്ച് നമ്മൾ ഇറങ്ങണം. കണ്ടു, ഇത്രയേ ഉള്ളൂ. അവിടെ സൈഡിൽ അവർ കെട്ടിയിട്ട് പോലും ഇല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചു പോവാണ്. ഒരു കേവും കൂടെ കാണാനുണ്ടായിരുന്നു. അത് കാണാനുള്ള ശേഷിയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് തിരിച്ചു നടന്നു. എൻ്റെ അമ്മ ആ സ്റ്റെപ്പൊന്നും കാണാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ടയേർഡായി. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്നത് ദെറാദൂലെത്തിയ ശേഷം ഇവിടെ ഒരു എലോറാസ് ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി കയറി. ഇവിടെ ഇങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടുത്തെ റസ്ക് കുക്കീസ്, പേസ്ട്രീസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടുന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സാൻഡ്വിച്ചൊക്കെ മതിയല്ലോ. എല്ലാ സാധനവും കിട്ടും കേട്ടോ, എല്ലാ ബേക്കറി ഐറ്റംസും കിട്ടും, പഫ്സൊക്കെ കിട്ടും. പിന്നെ അതുപോലെ കുക്കീസൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ മേടിക്കാം. അങ്ങനെ പിന്നെ ഇത് സാൻഡ്വിച്ചൊക്കെ മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതുവഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് ആ റസ്ക് മേടിച്ച് നോക്കും. അത് കഴിഞ്ഞ് ഇതേ വന്നപ്പോഴത്തേനും ഒരു മണ്ടം പണി കിട്ടും. ഒരു 2-2.5 മണിക്കൂർ ഒരു ബ്ലോക്കിൽ കിടന്നു. എവിടെ പോയാലും ബ്ലോക്കാട്ടോ. നമ്മൾ അത്രയും ബ്ലോക്കായിരുന്നു. ഇത് ഇവിടെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എന്തോ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടായതാന്ന് തോന്നുന്നു വണ്ടി. ഒരു അടി പോലും പോകുന്നില്ല. ഇതൊരു ഓപ്പൺ പ്ലേസാണ്. ഇനി കയറാൻ പോകുന്ന ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് കയറാൻ പോകുന്നത്. ഒരു റേഞ്ചും ഇല്ല. ഇവിടെ തന്നെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല, റേഞ്ചും ഇല്ല. അങ്ങനെ ഈ കാണുന്ന വണ്ടികളൊക്കെ ഇനി എപ്പോൾ തിരിച്ചെത്തുമോ? അത്രയും നല്ല ഇപ്പം തന്നെ നല്ല ഏകദേശം നല്ല ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഒരാൾ വന്ന് ബാക്കിലൊക്കെ തട്ടിത്തന്നു. അത് ചോദിക്കാൻ പോലും ഇറങ്ങാൻ പറ്റില്ല, കാര്യം അത്രയും ബ്ലോക്കല്ലേ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും മൂവ് ചെയ്യുന്ന വണ്ടി പിന്നെ അവിടെ വെച്ച് നിൽക്കും. അവൾ പറഞ്ഞു ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ശരിക്കും ഒരു 9 മണിയൊക്കെ ആകുമ്പം വീട്ടിലെത്തേണ്ടതായിരുന്നു. പക്ഷെ പിന്നെ കാണിച്ചത് 11:30 കേട്ടോ. പക്ഷെ ഇടയ്ക്ക് നമ്മൾ 10:30 ആയപ്പോൾ തിരിഞ്ഞ് എത്തിയായിരുന്നു കേട്ടോ. കാര്യം ഇടയ്ക്ക് നമ്മളൊന്ന് സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അങ്ങനെ നല്ല റോഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഋഷികേശ് മസൂരി ട്രിപ്പ് അവസാനിക്കുകയാണ്. നല്ലൊരു ട്രിപ്പായിരുന്നു, അടിപൊളിയായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ രസമൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. നല്ല ഫാമിലി ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ ട്രിപ്പിന് ഇതുപോലെ പോട്ടെ. അപ്പോൾ